ഇവിടെ കൊണ്ടുവന്ന് വെച്ച എൻ്റെ പാത്രം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാന്ന് അമ്മ പാത്രം കഴുകുക. ഉരുളക്കിഴങ്ങ് കൂടെ ഉള്ളി ഇടുക. ഒരു ഉള്ളി ഇട്ടിട്ട് ആ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇടുക, ചിക്കൻ മസാല ഇടുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതാണ് അവർക്ക് ഇഷ്ടം. അത് എരിവില്ലാണ്ട്. അപ്പം സുകന്യ എവിടെമാ? തുള്ളി എരിവുണ്ടാവും കേട്ടോ അവളുണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് കുട്ടികളെല്ലാവരും എരിയണ് പറയും. നമ്മൾ എന്താണ് ഈ വേഷത്തിലെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞങ്ങളിന്ന് ചന്തയ്ക്ക് പോയ പോലെ എല്ലാ കല്ലടിക്കോട് പോയതാണ് കേട്ടോ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോഴല്ലേ അവിടെ അടച്ചേക്കണു. പിന്നെ നേരെ എന്ത് കട്ടി ഒരു ബ്ലൗസ് എടുത്തിരുന്നു റെഡിമെയ്ഡ്. അത് നമ്മളൊന്നും ഷേപ്പാക്കാനോ ഒന്നിനും പോകാൻ പറ്റിയില്ല. അതിന് പോയി അത് അവിടെ കൊടുത്തു ഇങ്ങോട്ട് പോന്നു. അപ്പോൾ വിചാരിച്ചു നമുക്കിന്നൊരു വീഡിയോ കണ്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അല്ലേ. കുറേ ദിവസമായില്ലേ നമ്മുടെ വൈകുന്നേര വിശേഷമൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. വൈകുന്നേര വിശേഷം കാണണ്ടേ. ഇപ്പം എന്താണെന്നറിയോ, ഓരോ തിരക്കുകളാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ചെയ്യും കേട്ടോ. അതെന്താണെന്നറിയോ, ഇപ്പോൾ ഇവർക്ക് കണക്ക് കാര്യങ്ങൾ ഏട്ടനും അറിയില്ല അനിയനും അറിയില്ല. ആരെങ്കിലും ഓർഡർ വിളിച്ചാലടക്കം വിളിക്കും. ഇവർക്ക് പൈസയുടെ കണക്ക് ഇടുമ്പോൾ ഇങ്ങോട്ട് വെക്കേണ്ടത് അങ്ങോട്ട് വെക്കും, അങ്ങോട്ട് വെക്കേണ്ടത് ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുമ്പോഴല്ലേ നേരത്തെ ഇതല്ലല്ലോ പറഞ്ഞത് പറയും. കാരണം അതിന് നിൽക്കലില്ല. ഞാനാണധികം പൈസയുടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറ്. കുഞ്ഞല്ലേ കിച്ചുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുമ്പോൾ അമ്മ ഇങ്ങനെ കാട്ടുക. അത് കൊഞ്ഞനം കുത്തി കാട്ടുന്ന പോലെയല്ലേ. അങ്ങനെ കാട്ടുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കിച്ചുവിന് ദേഷ്യം വരിക. അപ്പോൾ കിച്ചു തല്ലാൻ പോവുക. അപ്പം ഇന്നെ തല്ലിയേന്ന് പറഞ്ഞിട്ട് ഓടി ഇങ്ങോട്ട് വരിക അമ്മ. കൊഞ്ഞനം കുത്തി എന്തിന് അതല്ല രസട്ടോ. നമ്മുടെ ഇവിടെ ഈ സ്കൂള് തുറന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോക്സ് വാങ്ങി. ഒരാൾക്ക് വാങ്ങാതെ എല്ലാവർക്കും വാങ്ങിട്ടോ. എന്നിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും വാങ്ങിക്കൊടുത്ത് അത് കേടുവരുത്തി. എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അത് കൊടുത്തു. ഞാനൊരു 16 ബോക്സ് പൊട്ടിച്ചിട്ട് കിച്ചുവിനിങ്ങനെ വട്ടത്തിലുള്ള ബോക്സ് വേണം, വണ്ടി പോലത്തെ ബോക്സ് വേണം പറഞ്ഞിട്ട്. ആ ബോക്സിന് എത്രയെന്ന് അറിയോ? 120 രൂപയാണ് കേട്ടോ. വെറുതെ കിട്ടുമോ അത്? അപ്പോൾ പിന്നെ ഇപ്പം ഉള്ളത് എന്താണെന്നറിയില്ല, നേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾ ആവശ്യമില്ലാണ്ട് നാശാക്കുമ്പോൾ അല്ലേ അടി. തല്ല് കിട്ടാതെ നടക്കില്ല. കണ്ടോ കാലത്തെ മുറി കാണിച്ചു കൊടുക്ക്. കാലിലെ മുറി കണ്ടോ? അവൻ്റെ ഒരു ഫുട്ബോൾ കളിയും കൊണ്ട് ഉണ്ടായ മുറിയാണ്. 3 പ്രാവശ്യം ആശുപത്രി പോയിട്ടോ. 3 പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയിട്ട് അത് ഡ്രസ്സ് ചെയ്യേണ്ടി വന്നു. വട്ടത്തിലുണ്ടായിരുന്നു. ചെറിയ മുറിയൊക്കെയാണ് പറഞ്ഞാൽ പൂല്ലേ. നീ കുഞ്ഞനാണ് പറഞ്ഞാലേ ഒരു ഭാഗത്ത് എവിടെ മുറിയാണോ വെച്ചാലും കുഞ്ഞൻ വന്ന് പറയില്ല. കാരണം എന്താ, നല്ല ചീത്ത വെക്കും. അതുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കരിയത് നോക്ക്. എന്തോ വെച്ചിട്ട് പറഞ്ഞേക്കണുണ്ടോ? മഞ്ഞപ്പൊടി പടിക്കെടുത്ത് വെച്ചില്ലേ അമ്മ? പഞ്ചസാര ഇതാ കുഞ്ഞനെ എടുത്തത് നിൽക്കണേ. അത് ഞാൻ മേലേക്ക് വെച്ചിട്ട് ഇത് ചോട്ടില് ഇതിൽ ആക്കി വെച്ചതാണ്. ഈ പഞ്ചസാര ഇട്ട് തിന്നാണ്ടിരിക്കാൻ. പഞ്ചസാര എന്തായി തീരുവോ? ഇവിടെ പഞ്ചസാരക്ക് നല്ല ചെലവാട്ട്. ഇതമ്മ ഈ മഞ്ഞപ്പൊടി നമ്മുടെ കുറേ നിന്നൂലമ്മ. ഒരു കിലോനാ പൊടി. 1 കിലോ കഷ്ണം മേടിച്ചാൽ പിന്നെ പൊടി നമുക്കിനി വാങ്ങണം. പൊടി തന്നെയാണ് അത് മഞ്ഞപ്പൊടി തന്നെയാണ്. നല്ല മഞ്ഞളത് അല്ലേ? നാട്ടുമഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു നുള്ളിട്ട് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഗുണം കിട്ടും. നല്ല മണാട്ടോ മഞ്ഞള്. അപ്പൊ 2 കിലോനെ വാങ്ങിയതേ. 2 കഴിഞ്ഞു വന്നിട്ട് കുറച്ചും കൂടിയേ ഉള്ളൂ. അവിടുത്തെ കഴിഞ്ഞില്ലമ്മ. അതിന് അവിടെയും വെക്കല്ലേ. ഇനി വാങ്ങണത്. മഞ്ഞൾ വാങ്ങിയിട്ട് ഉണക്കി പൊടിപ്പിച്ച് വെച്ച എന്തമ്മ പറയുന്നത്? മഞ്ഞൾ വാങ്ങി ഉണക്കി പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ
നമ്മുടെ ആവശ്യത്തിന്. ഇത് കാണുമ്പോഴേക്ക് ദേഷ്യം വരികയാണ്. കണ്ടോ ഇങ്ങനെ വെക്കണത്. വെള്ളം അങ്ങോട്ട് വയ്ക്കുക. വെള്ളം വറ്റുമ്പോൾ ഈ മസാലപ്പൊടി കുറച്ച് ഇടുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊന്നും ഇടില്ല. അവിടെ നല്ല എരിവുള്ള മുളക് പൊടി ഇടും. കുട്ടികൾക്ക് അത് പറ്റണേ ഇല്ല. എണ്ണ വെച്ചില്ലെങ്കിൽ ഇപ്പം അത് എരിഞ്ഞിട്ട് പിന്നെ എങ്ങനെ കിട്ടുന്നു? എണ്ണ വെച്ച് കഴിഞ്ഞാൽ ഒരു മയെങ്കിലും കിട്ടും. എണ്ണ വെച്ച് കഴിഞ്ഞാൽ ഒരു മയെങ്കിലും കിട്ടും പറയാ. ചെറിയ എരിവ്. അവൾക്ക് എരിവ് വേണം ഇനി. നമുക്ക് നല്ല എരിവ് വേണം. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ വെക്കാം. അത് മുളക് പൊടിയാണ്. അതിപ്പോൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഏട്ടാ അമ്മ നോക്കണോക്കിന്നെ. നോക്കി നോക്ക്. വായോ വാ ഉണ്ണി. ഈ പെൺകുട്ടികളില്ലേ ഉഷാറാവല്ലേ വേണ്ടത്. പെൺകുട്ടികളല്ല ആൺകുട്ടികളെയും പണിയിപ്പിച്ചോ. ആരെ വിളിക്കണ്ടേ? നോക്കി നോക്കി ഏട്ടാ പറയുന്നത്. അച്ഛനൊക്കെ വെച്ച് കൊടുക്കുമ്പോ അവനോട് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ അവൻ ചെയ്യും. ഇപ്പൊ ചേച്ചികളുണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാനാ പെണ്ണുങ്ങള്. അമ്മ പഠിച്ചൊരു ജോലി ആവട്ടെ. നാളെ ചെയ്യുന്നല്ല പറയുന്നത്. കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ ദോഷം വരികയാണ്. വിശക്കുക. കർക്കിടകത്തില് നല്ല വിശപ്പുണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ഇന്ന് എനിക്ക് നല്ല വിശപ്പ്. കല്ലടിക്കോട് പോയപ്പോ എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. അല്ലെങ്കിൽ ചായ കുടിച്ച് പാത്രങ്ങൾ, നേരത്തെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ആ പാത്രവും ഒക്കെ കഴുകി വെച്ച് പപ്പടം കാച്ചാന്. പപ്പടം ഇവിടെ ഉണ്ടായിരുന്നില്ലേ അമ്മ? പപ്പടം നമ്മുടെ ഈ ചട്ടിയില്ലേ ഒക്കെ ഒഴിവാക്കാൻ. ഒന്നാമത് എന്താണെന്നറിയോ, ഇവിടുത്തെ ചട്ടിയൊക്കെ അവിടെ. അവിടുത്തെ ചട്ടിയൊക്കെ പടായി. നീ തന്നെ ഈ ചട്ടി കൊണ്ടുപോണ ആള്. ഇവിടുത്തെ ചട്ടിയൊക്കെ നീ അവിടെ കൊണ്ടുവച്ചില്ലേ? പിന്നെ ഇവിടുത്തെ ചട്ടിയൊക്കെ അവിടെ ഒക്കെ ചട്ടി അവിടെ കൊണ്ടുവച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുക. ഒക്കെ ചെയ്ത് വെക്കുന്നൊരു ഒന്നും അറിയില്ലേ. ഞാനൊന്നല്ല ഈ തന്നെയാണ് ചെയ്തിട്ടോ. അതേട്ടോ ഉണ്ടോ നിഷാ? എന്താ മണമെന്നോ? ഓ എൻ്റെ അപ്പോ മണം പിടിച്ച് വന്നിരിക്കാണ്. എന്താ മണം? പൊങ്കണ്ടാക്കിയിരിക്കണേ പൊന്നേ. ചാടി വരും. മറ്റേ പപ്പടപ്പോലെ കാണാനില്ല. ഈ പപ്പടത്തിൽ എണ്ണ പോവുകയില്ല. ഇനി ഏട്ടനും പറഞ്ഞു പറഞ്ഞു അതിൽ എണ്ണ ഉണ്ടായ പിന്നെ എന്ത് പപ്പടാണ് അത്? മോരിക്കൂട്ടാനാണ് കേട്ടോ. മോരിക്കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ പപ്പടം ഉണ്ടെങ്കിൽ നല്ല രസമാണല്ലേ. കണ്ണിമാങ്ങയുടെ അച്ചാറും എന്താ കൊതിപ്പിക്കട്ടെ. നമ്മുടെ മാലയുടെ കളക്ഷനൊക്കെ കാണിക്കണം വിചാരിച്ചല്ലേ. ഇന്ന് പറ്റുമോ? ഇന്നില്ലെങ്കിൽ നാളെ രാവിലെ അത് കാണിക്കണം. രാത്രിയിലേ ഉറക്കം ശരിയാവാണ്ടേ. ഓ എനിക്കുണ്ടോ സമയം കിട്ടില്ല. ബിരിയാണി വേണം. കുഞ്ഞ് വാവേ പൂങ്കനായിരുന്നു പൊക്കോ. വാങ്ങിട്ട് വരാൻ പറയടി. ഓടി ഒന്ന് പറഞ്ഞിട്ട് വാങ്ങടി. ഏയ് കുഞ്ഞുണ്ണി ചിരിക്കണു ബിരിയാണി പറഞ്ഞപ്പോഴേക്ക്. അല്ലേ ഇപ്പൊ കിട്ടും. പോക്കോ നീ. നാളെ ചിക്കൻ വാങ്ങിയാ മതി. ഏതിന്? നമ്മുടെ പപ്പടം കാച്ചില്ലേ. പപ്പടം എത്ര പപ്പടം ഉണ്ടെങ്കിലും ഒരു സമയത്ത് ഞാൻ എത്ര തിന്നിരുന്നറിയോ. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചായക്കൊക്കെ കഴിച്ചിരുന്നു കേട്ടോ പപ്പടം. ഇപ്പം എനിക്ക് ചായക്ക് കഴിക്കണമെന്ന് ഒട്ടും ഇഷ്ടമില്ല. കട്ടൻ ചായയുടെ കൂടെ പപ്പടം കഴിക്കല്ലേ ഞങ്ങളുടെ അവിടെ. എന്നിട്ട് എൻ്റെ അമ്മ എപ്പോഴും പറയും എങ്ങനെ പിന്നെ പറഞ്ഞാൽ
എന്താണ് ചിലർ അലുവ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് അലുവ ഇഷ്ടമുണ്ടാവും. ചായക്ക് തിന്നാൻ രസം തന്നെയാണ്. പപ്പടം കഴിക്കാൻ നല്ല രസമാണ്. ഇത് കഴിച്ചിട്ട് കൊടുത്ത് കൈകാട്ടിച്ചിട്ട് അപ്പോൾ അലുവ തിന്നുന്നുണ്ടോ? പോകുന്നുണ്ടോ? എന്താ അല്ല അലുവയുടെ കാര്യം പറഞ്ഞു, കല്ലിൽ കൊടുത്ത് വേഗത്താന്ന് പറഞ്ഞ പോലെ എപ്പോഴാന്ന് അറിയണ്ടേ. നാളെ നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. കാരണം എന്താണെന്നറിയാം, നമുക്ക് ഈ കബോർഡുകൾ മൊത്തം വൃത്തിയാക്കാണ്ട് നിന്നെ ഒഴിവാക്കി. വേണ്ട, നിങ്ങൾ രണ്ടുപേരും ഒഴിവാക്കി, ഞാൻ ചെയ്തോളാം. നമ്മുടെ ഈ ഭാഗമൊക്കെ കണ്ടോ, എത്ര നമ്മൾ ചവിട്ടി ഇതാക്കി വന്ന് കഴുകി വന്നാലും ഇതാ ഈ വെള്ളം ഉരച്ച് കഴുകും ഇതാട്ടോ. അത് ഫുള്ളും അവിടെ നിന്ന് ഫുള്ളും നമ്മൾ ഈ നടക്കുന്ന ഈ ഭാഗം ഫുള്ളും എന്താ കുട്ടികള് ആ ചളിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരില്ലേ. ചെരുപ്പ് ഇട്ടിട്ട് വരാൻ പറഞ്ഞാലും മക്കള് ചെരുപ്പിടാതെ ഒരൊറ്റ ഓട്ടാണ്, ഫുൾ ചളിയായിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ ചീവീടിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചത്. നല്ല ചീവീടിൻ്റെ സൗണ്ടാണ്. അപ്പോൾ അനിയൻ എന്നിട്ട് അവിടെ ഈ ഉള്ളിൽ കൂടെ ഒന്ന് മിക്സർ വാങ്ങിക്കൊണ്ട് നോക്കണം. അനിയേട്ടൻ മിക്സർ അവിടെ ഫുള്ള് പരത്തിയിട്ടുണ്ട്. ഓണത്തിന് ഡ്രസ്സ് വാങ്ങണില്ല മുട്ടി, വൈ വന്ന പൈസ അല്ല മുട്ടി കേട്ടോ. ഇപ്പൊ കുറച്ച് ഈ ഓണം ഇങ്ങനെ പോട്ടെ. എന്താണ് ഓണത്തിന് നിങ്ങൾക്ക് ആ മഞ്ഞ ചുരിദാർ ഇല്ലേടാന് ഉണ്ടല്ലോ, നല്ല പിന്നെന്താ ഒരു കോടി ഇല്ലേ? പിറന്നാളിനാണ് കുറച്ച് പണ്ട് പിറന്നാളിനൊന്നും തുണിയെടുക്കില്ല, സദ്യ ഉണ്ടാക്കി അമ്പലത്തിൽ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുഴിമന്തി എനിക്ക് പറ്റാതിരിക്കുമ്പോ ഞാൻ അമ്പലത്തിൽ പോകേണ്ടിട്ട് പായസത്തിന് കൊടുക്കാൻ പറ്റുമോ ലേട്ടാ? എന്നിട്ട് പോയിട്ട് വാങ്ങാൻ പറ്റുമോ? എന്താണ് കുഴിമന്തി വാങ്ങി തന്നോ? അമ്മൂന് പറഞ്ഞാൽ കുഴിമന്തി വാങ്ങി തന്നോ? വാങ്ങി തന്നോ? കേക്ക് മുറിച്ചോ? മുറിച്ചില്ലേ? പിറന്നാളിന് എന്താ അത് കേക്ക് മുറിക്കണ്ട പറഞ്ഞാലേ. അപ്പൊ ഇതൊക്കെ ചെയ്യില്ല. എന്റെ പിറന്നാളിന് എന്താ നിങ്ങൾ ചെയ്തത്? എനിക്ക് എപ്പോ കഴിഞ്ഞല്ലേ ഏട്ടാ എന്റെ കേക്ക് മുറിച്ചത്? കഴിഞ്ഞ പിറന്നാൾ കഴിഞ്ഞല്ലേ? അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ പിറന്നാൾ കഴിഞ്ഞല്ലേ ഉണ്ടായി? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം തെറ്റിക്കുന്നില്ലേ എന്താ പറഞ്ഞിട്ട്? കഴിഞ്ഞ പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തിന് മുന്നത്തെ കൊല്ലം. കഴിഞ്ഞ കൊല്ലത്തിന് മുന്നത്തെ കൊല്ലം. കഴിഞ്ഞ കൊല്ലം നമ്മള് കേക്ക് മുറിച്ചു ഇല്ലേ? മറന്നുപോയി, ഞാൻ പറഞ്ഞില്ല. കേക്ക് മുറിച്ചു. അത് കഴിഞ്ഞ കൊല്ലത്തെ പറഞ്ഞാലേ. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പിറന്നാളിന്റെ കാര്യം തന്നെയല്ലേ പറഞ്ഞപ്പോ. അപ്പൊ ആ പറഞ്ഞാലേക്ക് സ്കൂൾ പോയതെന്ന് ഏതൊരു പറഞ്ഞാലും നമ്മൾ തെറ്റിക്കായിരുന്നു. അതിന്റെ മുമ്പത്തെ കൊല്ലായിരുന്നു അല്ലേ? സൺഡേ കഴിഞ്ഞ പറഞ്ഞാൽ തന്നെ കേട്ടോ ഞങ്ങൾ രണ്ടാളും തെറ്റിയത്. ഞാൻ എന്ത് പറഞ്ഞറിയോ? പപ്പടത്തില്ല. ഞങ്ങള് രണ്ടുപേരും എന്ത് പറഞ്ഞറിയോ? ഞാൻ പറഞ്ഞ് എന്താ നമ്മക്ക് അട്ടപ്പാടി പോവാ. വാശിയേട്ടനാണത് പിറന്നാളിന് തന്നെ പറഞ്ഞത്. അത് കഴിഞ്ഞ പിറന്നാളിന്റെ മുന്നത്തെ പിറന്നാളുണ്ടായിരുന്നു. അട്ടപ്പാടി പോവാ നമുക്ക് ഇന്ന്. അത് വാർഷികത്തിന്റെ അപ്പളാ. എല്ലാരും പറയുന്നത് അടി ഉണ്ടാക്കുമോ? അടിയൊക്കെ ഉണ്ടാക്കിട്ടോ. അടി ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലെങ്കിൽ എന്ത് ചെയ്തു? അല്ലാതെ അയ്യോ ഞങ്ങൾ ഫുള്ള് എങ്ങനെ പറയാ തെറ്റില്ല വഴക്കുണ്ടാക്കില്ല, ഞങ്ങൾ അത്ര സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്നേഹമാണ്, അത്ര ഇതാണ് പറയാൻ പറ്റൂലോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ല ഇല്ല, ഒന്ന് പോയി നോക്കി ഒരു കൊല്ലം ഞാൻ പോയതാണേ. അതേപോലെ ഇന്ന് രാവിലെ അനിയട്ട വെള്ളം കുടിക്കുമ്പോല്ലേ അമ്മൂന്റെ പുസ്തകങ്ങള് മേശപ്പുറത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. ഡൈനിങ് ടേബിളിന്റെ അവിടെ. അനിയട്ട ഒരു മേശ ഉണ്ടാക്കണം കേട്ടോ നമുക്ക്. ഒരു ബുക്ക് അല്ല, ഇവർക്ക് പഠിക്കാനല്ലേ. അവിടെ ഒരു അടയ്ക്കുക, അവിടെ അടച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വഴിയാക്കിയിട്ട് ഇവിടെ 2 ബുക്ക് വെക്കാനുള്ള സൗകര്യം, ഒരു ലൈറ്റും വെച്ച് കൊടുത്താൽ മതി. നല്ല സൗകര്യത്തിലല്ലേ പഠിക്കുക. എങ്ങനെ ഉണ്ടാവും? ഒരു ബോറും ഉണ്ടാവില്ല അല്ലേട്ടാ. ഇത് അവിടുന്ന് മാറ്റണില്ലേ? എന്താ ടാങ്ക് ഈ അവിടെ കിടക്കുവോ?
എവിടെ? ആ ഏട്ടാ, ഇവിടെ ഗ്രില്ലിടാൻ പറ്റില്ല ഏട്ടാ. എല്ലാം ചെയ്യാം. ആ എന്താണെന്ന് ചെയ്യാൻ ഇപ്പോൾ പറ്റാത്തുള്ളൂ. ഇപ്പോൾ സത്യം പറയാം അവിടെ പഠിക്കാനൊരു സൗകര്യം ഇല്ലേ, അതില്ല. ഇവർ ഈ ഊണ് കഴിക്കുന്ന മേശയിൽ ഇവരുടെ ബുക്ക് വെച്ച് പഠിക്കായിരുന്നു. അനിയേട്ടൻ നോക്കിയൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതിരുന്നപ്പോൾ അത് തട്ടിയിട്ട് അമ്മൂൻ്റെ ഏത് ബുക്കാകും പോയി, ഇംഗ്ലീഷ് നോട്ട് ബുക്ക് അവൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തു, ഫുള്ളും പോയി. എന്നിട്ട് രാവിലെ അയ്യോ അത് കംപ്ലീറ്റ് ഒന്നും പോയിട്ടില്ല. ഞാൻ ഇസ്തിരിക്കിട്ട് ഫുള്ള് ഉണക്കി കൊടുത്തിട്ടുണ്ട്. എന്താണ് എടുത്തിട്ട് പോയാവോ, എടുത്തിട്ട് വാ, ഞാൻ ഫുള്ള് ഇസ്തിരിക്കിട്ട് ഉണക്കി. എടുത്തിട്ട് വാ. എന്താണ് ഒന്നും പോയിട്ടില്ല അതിൽ. ആ ഒരു കാരണം അമ്മൂന്നില്ലേ ഭയങ്കര വിഷമമാണ്. എൻ്റെ ബുക്ക് പോയി, ഇക്കിനി എന്താ 10 ദിവസം വെക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇക്കിനി എഴുതാൻ എന്നെ കുറേ നേരം എഴുതണോ, ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. എവിടെ ദാ ഇതെന്താ ഇതിന് കുഴപ്പം? അപ്പൊ പറയണു ദാ ഒന്നുമില്ല. എന്താ പോയിരുന്ന നമ്മുടെ അമ്മൂന്റെ കയ്യക്ഷരം കണ്ടോ? എന്താ പോയിരുന്ന ഇത് എന്താ അമ്മൂന്റെ കയ്യക്ഷരല്ലേ, ഇങ്ങനെ നോക്കണം. പക്ഷെ നല്ല രസമുണ്ടല്ലേ, ചെറിയ കുഞ്ഞു കയ്യക്ഷരം. അത് ബുക്ക് പൊതിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല. അതിന്റെ ചട്ട പോർക്കുക. ഞാനല്ല ഉത്തരവാദി. എന്നിട്ട് അനിയേട്ടൻ അതില്ലേ ഇസ്തിരി ഇട്ട് കൊടുത്തുട്ടോ ബുക്കൊക്കെ. അവളുടെ പോണ്ടാന്ന് വിചാരിച്ചിട്ട് അവൾ എന്നിട്ട് കരച്ചിലായിരുന്നു. എനിക്ക് സങ്കടം വന്നു, ദേഷ്യം വന്നു. കാരണം അവൾ ബുക്ക് എടുത്ത് വയ്ക്കാൻ ഇത് ഒരു കുഴപ്പമില്ല കേട്ടോ ഈ ബുക്കിന്. അല്ല ഇനി നിനക്ക് എന്താ എഴുതണം പറഞ്ഞാൽ എഴുതിക്കോ. ഉണ്ട് 8 മനസ്സിലായി. ഒറ്റൊന്നേ ഉള്ളൂ കേട്ടോ ഇനി അത്, ഇനി ഒന്നേ ഉള്ളൂ അത്. അതിനുണ്ടാവില്ല, ഒന്നേ ഉള്ളൂ. അതിന്ന് നേരത്തെ ഒന്ന് പോയി. അപ്പോൾ എന്താ നമ്മുടെ ശംഖുപുഷ്പത്തിന് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. നമ്മുടെ ശംഖുപുഷ്പമല്ല, ഉണ്ടാക്കിയവരുടെ ശംഖുപുഷ്പം, അവരുടെ ഐഡിയ ആണല്ലോ അത് അല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതല്ല, ആ ഉണ്ടാക്കിയവരുടെ ശംഖുപുഷ്പം ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. പക്ഷെ നമുക്കത് കിട്ടാനില്ല. ഇപ്പോൾ നമുക്ക് എവിടെ നോക്കുമ്പോഴും ശംഖുപുഷ്പം കിട്ടണേ വേണ്ട. അത് സാരില്ല പൊന്ന, ഞാൻ ഇത് തന്ന അത് നേരെ പൊതിഞ്ഞാൽ മതി. അതിലൊന്നും മാഞ്ഞിട്ടില്ല. സത്യം പറയാച്ചല്ലേ, അച്ഛൻ്റെ അതേ സ്വഭാവമാണ് മകൾക്ക്. കാരണം അനിയേട്ടന് അങ്ങനെ കേട്ടോ. ചില നിങ്ങളിങ്ങനെ പറയുമ്പോഴേ തുണികൾ ഫുള്ളും ഒരു തുണിക്ക് വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ തുണി ഉണ്ട് കേട്ടോ. ബക്കറ്റിൽ തുണി വെച്ചിട്ടുണ്ട്. വലിയൊരു അലമാര ഉണ്ട്. 1 2 3 കള്ളിയുണ്ട്. ഒരു കള്ളി ഇവൾക്ക്, ഒരു കള്ളി അച്ചുവിന്, ഒരു കള്ളി കിച്ചുവിന്, 3 എണ്ണം ഉണ്ട്. പിന്നെ ഞാനില്ലേ ഒരാഴ്ച മടക്കി കഴിഞ്ഞിട്ട് അമ്മ കാനത്ത് അമ്മ വന്നപ്പോൾ ഞാൻ അമ്മയും പാടെ ഒക്കെ ഫുൾ മടക്കി ഇതാക്കി വെച്ചതാ. കൊട്ടയത്തെ അമ്മ ഏറ്റവും ലാസ്റ്റുള്ള തുണി പിടിച്ചങ്ങോട്ട് വലിച്ചിട്ടില്ലേ, ഇവര് സ്കൂൾ ഉക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞു വെച്ചാൽ ഫുള്ള് കടക്കുണ്ടാവും. കൊട്ടയിലെ തുണി വെച്ചിട്ട് അത് അട്ടി മറിഞ്ഞു കേടെന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല. അല്ലെ, ഇവരൊക്കെ ചെയ്യുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്നതിന് ഇങ്ങനെ കണക്കുണ്ട്. അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന അമ്മമാർ ചെയ്യുന്ന പണിക്ക് എവിടെയാണ് കണക്ക്, എവിടെയാണ് കൂലി? അവള് വലുതായിട്ട് പൈസ തരാന്ന് തരുമോ? ഉറപ്പല്ലേ? ശരി, എങ്ങനെ കണക്കിനെ അപ്പൊ പറയട്ടെ ഏട്ടാ. കണക്ക് പറയപ്പോ അമ്മയ്ക്ക് കേൾക്കുന്നല്ല. എന്തായാലേ മക്കള് പറയുന്ന നോക്കിയൊക്കെ കൂലി തരാന്ന്. ഇവരൊക്കെ ഇത്ര നിർത്തിക്കാനേട്ടാ. അമ്മു ഈ എങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോ എന്താ മുടിയൊക്കെ കെട്ടുന്നത്? ഞാൻ അങ്ങനെയല്ലേ കെട്ടിട്ടുണ്ട് ഓണ പരിപാടിക്ക്. ഒറ്റയ്ക്ക് സാരി എടുക്കോ? സാരി ആരും എടുത്തിട്ടുണ്ട്? അച്ഛൻ എടുത്തരും. പണ്ടത്തെ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ കുറച്ച് ഇങ്ങനെ ആക്കി വിട്ടിട്ട് എടുത്തരും. അങ്ങനെ മതിയോ? എന്താ പറയണത്? എന്താ ആര്? അച്ഛമ്മ? അച്ഛമ്മേ? അപ്പോൾ നമ്മുടെ പപ്പൂല്ലേ, പപ്പുട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. വെള്ളാരം കണ്ട് ഇങ്ങനെ എന്തെങ്ങനെ തിളങ്ങുന്നുണ്ട്. എന്താണ് ഈ പെണ്ണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ടില്ല ഏട്ടാ. ഞാൻ മാത്രമേ
എന്താണെന്നറിയില്ല. അവിടുത്തെ ആ കാട് വെട്ടിയപ്പോൾ കളിയെടുക്കൊരു സ്പെർമനാണ്. കാട് വെട്ടിയപ്പോൾ എന്താ കൊതുക് അടിച്ചിട്ട് മൂപ്പരാൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കൊതുക് തിരിയൊക്കെ കൊണ്ടുപോയി വെച്ചപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ ഇവിടുത്തെ വിറകൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടുത്തെ വിറകും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് ഒഴിവാക്കി ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം നാളെ. പട്ടിയും തക്കേലേട്ടാ ഇവിടുത്തെ ഫുള്ളും ഹരിതകർമ്മസേനക്കാരുടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതുണ്ട്. എന്നിട്ട് എൻ്റെ അമ്മൂനും അച്ചൂനും പഠിക്കാനുള്ളൊരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു ലൈറ്റും വെച്ച് കൊടുക്കണം. പകൽ മുഴുവൻ കൊതുകടി കണ്ടിട്ട് ഒരു മണിക്കൂർ കൊതുകിനെ തട്ടിയിട്ട് അപ്പുറത്ത് പപ്പും ഇപ്പുറത്തെങ്കിലും കൊതുകടിക്കൊണ്ടിരുന്നു. എന്നിട്ട് അപ്പുറത്ത് പപ്പും ഇപ്പുറത്തെങ്കിലും കൊതുകടിക്കൊണ്ടിരുന്നോളും പറയും. പപ്പൂനെ ഇനി ഇവിടെ കൊണ്ടുവന്ന് കെട്ടണം കേട്ടോ. ശരിയായില്ലേ അല്ലേ? പപ്പു പക്ഷെ എന്താണെന്നറിയാം, ഇപ്പോൾ ഇത് കൂടെ കുറേ പട്ടികളും നായ്ക്കളും വരുന്നുണ്ട് കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞ് വെച്ചാൽ അവരെ എന്തൊക്കെയാണ് കടിക്കും. അവിടെ ഈ ഓഡിറ്റോറിയം ഒക്കെ വന്നേ മുതലാണ് കേട്ടോ ഇങ്ങനെ പട്ടിശല്യം. കാരണം കോഴി ഫാമുകളും ഓഡിറ്റോറിയങ്ങളും ഇല്ലേ ഏട്ടാ? ഭക്ഷണം അപ്പോൾ അത് കാരണമാണ് ഞങ്ങളേ ഏട്ടൻ അവിടെ ഉറക്കം വന്നിട്ട് കൂട്ടുവായിട്ട് ഇട്ട് വയ്യ. ഞാൻ ഇന്നലെ 2 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 6:15 ഞാൻ നീച്ചു കേട്ടോ. ഇന്ന് എന്നിട്ട് ഇത്ര നേരം ഒന്ന് ഇരിക്കും. ഇന്നല്ല, ഓണം നബിദിനം ആഘോഷങ്ങളിൽ ജഗപൊകയാണ്. നമ്മുടെ ഇപ്രാവശ്യത്തെ നബിദിനത്തിനില്ലേ നമുക്ക് ഇരട്ടി സന്തോഷം പോലെയാണ്. ഓണാണോ വെച്ചാൽ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലഡ്ഡു മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം നമുക്ക് എന്താ പുതിയ വീടായതും കൊണ്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പെരും മഴയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം എന്താണ് നിന്നിട്ട് അതൊരു സ്പീഡ് പോകും. ഒരു പ്രാവശ്യം ഇതേമാതിരി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേഗം തിരക്ക് കൂട്ടിയിട്ട് പോയില്ലേ മഴയിട്ടല്ലേ. നമുക്ക് നേരാവണ്ണം കൊടുക്കാൻ തന്നെ പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ കൊല്ലല്ലേ? കഴിഞ്ഞ കൊല്ലത്തിന് മുന്നത്തെ കൊല്ലമാണോ ഉണ്ട്? കഴിഞ്ഞ കൊല്ലമാണോ? കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തെ കൊല്ലം ഇവിടെ നിന്നിട്ട് നല്ല ഡാൻസ് ഒക്കെ കളിച്ചിട്ടാ പോയത്. ഒരു കൊല്ലം നേരെ കളിച്ചു. ആദ്യത്തെ കൊല്ലം നേരെ കളിച്ചു, പിന്നെ രണ്ടാമത്തെ കൊല്ലം നേരെ കളിക്കാൻ പറ്റിയില്ല. പിന്നെ മഴ പെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതൊക്കെ വരുന്നുണ്ട്. ഓണമൊക്കെ വരുന്നുണ്ട്. അത്തായില്ലേ അപ്പോൾ നമ്മൾ ഇത് 4ാമത്തെ കൊല്ലത്തേ ഉണ്ടായിരുന്നു. അല്ല, എന്നിട്ട് ഇവിടുത്തവരല്ലേ പായസം കൊണ്ടുവന്ന്. ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കും. അവിടെ ഉള്ളവർ ഞങ്ങൾക്കും തരും കേട്ടോ. അവർ തരും തരിക്കഞ്ഞിയില്ലേ, തരിക്കഞ്ഞിയാണ് തരിക. നല്ല ടേസ്റ്റാണ് അല്ലേ തരിക്കഞ്ഞി തരും. കഴിഞ്ഞ പ്രാവശ്യം എന്താ എന്ത് പായസമാണ്? ഗോതമ്പ് പായസം തന്നു. ഗോതമ്പ് പായസം ആ സെയിം തന്നെ അല്ല, 987. അപ്പോൾ സെയിമാണ് കേട്ടോ കിട്ടുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് കേട്ടോ. ഓരോ മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ പോട്ടെ, ഇനി എന്താ കുക്കിംഗ് വീഡിയോ ചെയ്ത് പപ്പടം കാച്ചുന്നത് എന്താ അവർക്ക് അറിയാണ്ടാണോ എന്ന് വിചാരിക്കില്ലേ. അപ്പോൾ നമ്മളെല്ലാവരും പാടെ കൂടിയിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇനി അടുത്ത് പ്രതീക്ഷിക്കാലേട്ടാ. അടുത്തല്ല, എല്ലാവരും പാടെ കൂടിയിട്ട് പാക്കിങ്ങും കാര്യങ്ങളുടെയൊക്കെ ഓരോ വീഡിയോസുകൾ ചെയ്യാം. അപ്പോൾ അമ്മ ചോറിനാ വിളിക്കണം കേട്ടോ. ഞങ്ങൾ ചോറിനട്ടെ. അമ്മ പറയും എന്തെങ്കിലും നേരത്തെ കടന്നൂടെ പറയും. അമ്മൂൻ്റെ സൗണ്ട് ഇതിലെങ്കിലും നിങ്ങൾക്ക് നേരെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മൂനില്ലേ പല്ല് കെട്ടണം. ഓണം കഴിഞ്ഞാൽ അവളുടെ പല്ല് കെട്ടണം. എനിക്കും തോന്നുന്നു അമ്മു തടിയില്ലാത്ത കൊണ്ട് തോന്നില്ല. നിങ്ങൾക്ക് കൂട്ടുകാരെ അമ്മൂനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇന്നൊരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മൂനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മൂനോട് നല്ല അന്വേഷണം പറയണേ, കവളിൽ ഒരു ഉമ്മ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക്. അപ്പോൾ അവൾക്ക് തോന്നുക അവളുടെ പല്ല് കെട്ടണം. അച്ഛൻ്റെ അച്ഛൻ്റെ കടി ഇങ്ങനെയാണ് കേട്ടോ. അത് കടി അതിന് നല്ല ഇവിടെ ഇങ്ങോട്ട് താഴ്ന്നിട്ടായിരുന്നു. എന്നിട്ട് നമ്മളത് പിന്നെ ഞാൻ ക്ലിനിക്കിൽ പോകുമ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറെ കണ്ടിട്ട് ഇവിടെ ലേസറൊക്കെ ചെയ്തു കേട്ടോ. അവളുടെ അവിടുത്തെ ഒക്കെ ചെയ്തൊന്നും ശരിയായി. പക്ഷെ ഇപ്പോഴും കടി അവൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇങ്ങനെ ഇത് വരില്ലേട്ടാ, ഒരു സൗണ്ട് വരും. ഉറിഞ്ചി കഴിക്കുക കുട്ടി. അത് ഇങ്ങനെ കടി ശരിയല്ലാത്തത് കൊണ്ട് അത് നോക്കണം. അപ്പോൾ ഇപ്പോഴൊക്കെ പല്ലിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞ് വെച്ചല്ലേ പറഞ്ഞ പൈസയല്ലേ. അതാ വിളിക്കണു എന്നെ അവിടെ നിന്ന്. അലൈനർ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അലൈനർ എടുക്കണമെങ്കിൽ വീട് ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ നാളെ കാണാം.